ആദ്യം തുടങ്ങാം. സ്റ്റാറായിട്ട് അഭിനയിക്കുന്ന നമ്മുടെ വിക്രത്തിന്റെ മകൻ ധ്രുവ് വിക്രം, പിന്നെ അനുപമ പരമേശ്വരൻ. എന്തായാലും ഇത് നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. പാട്ടാദ്യം കേട്ടിട്ട് നമുക്ക് ബാക്കി പറയാം. എന്തോ കടലിനൊക്കെ ബേസ് ചെയ്തിട്ടാന്ന് തോന്നുന്നു. അതിന്റെ ലുക്കും സാധനങ്ങളൊക്കെ കണ്ടിട്ടേ ഇപ്പൊ ഇറങ്ങണ തമിഴ് പടങ്ങളെല്ലാം കടലിനെ ബേസ് ചെയ്തിട്ടാണ്. ഫ്രം മാരി സെൽവരാജ് ആൻഡ് ടീം. தாலாட்டி தாலாட்டி பச்சை புள்ள எங்க வச்ச பாட்டு பேச்சினி பாட்டு பேச்சினி ஒடியா ஒடியா கருவ காட்டு முள்ளாச்சிடி அடியாத்தி ஓ சிரிப்பு புளியங்காட்டு பூவாச்சிடி போற நீ வாக்கப்பட்டு உடஞ்ச நான் ஏக்கப்பட்டு மருதாணி நீதாண்டி மனசெல்லாம் ஓரந்தாண்டி அடிய போடி நீ போடி உன்னை தேடி என்ன தேடி என் உசுரு ஓடுது உடம்போ வேகுது மஞ்சனத்தி அடிய மஞ்சனத்தி நீ தீ கொடுத்தி தீ கொடுத்தி தீ கொடுத்தி தீ கொடுத்தி
பிடிச்சு நான் சாவுறேனே நீ மலையேறி போற நான் மண்ணோடு போறேன் நீ கரையேறி போற நான் கடலோடு போறேன் நீ காத்தோடு காத்தாக கனவோடு கனவாக ஒளியோடு ஒளியாக வலியோடு வலியாக எங்கேயோ போற எங்கேயோ போற எங்கேயோ போற ராசாத்தி ஓ நினப்பு கருவ காட்டு முள்ளாச்சிடி அடியாத்தி ஓ சிரிப்பு புளியங்காட்டு பூவாச்சிடி போற நீ வாக்கப்பட்டு உடஞ்ச நான் ஏக்கப்பட்டு மருதாணி நீ தாண்டி மனசெல்லாம் ஓ நரந்தாண்டி அடியே போடி நீ போடி உன்னை தேடி என்ன தேடி என் உசுரோ ஓடுது உடம்போ வேகுது மஞ்சளத்தி அடியே மஞ்சளத்தி நீ தீ கொடுத்தி தீ கொடுத்தி தீ கொடுத்தி தீ 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 கொடுத்தி தீ 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 கொடுத்தி சொல்லு ஒயில என் மனசு போடு மரப்பு மேல உன் பாசம் எரியுதடி அதுல என் ஆசை துடிக்குதடி அடியே ஒத்த சொல்லு ஒயில உன் தவிப்பு போடும் தண்டார ஓசை என் கூட்டம் உடைக்குதடி அதுல ஓ வாசம் நுழைக்குதடி ஓ வாசம் நுழைக்குதடி என் கூட்டம் உடைக்குதடி என் ஆசை துடிக்குதடி ஓ பாசம் எரியுதடி ஓ வாசம் நுழைக்குதடி என் கூட்டம் உடைக்குதடி ஓ பாசம் எரியுதடி என் ஆசை துடிக்குதடி ഭയങ്കര ഇമോഷണൽ ഭയങ്കരമായിട്ട് ഫീൽ ആവുന്ന ഒരു പടമാണ്. ഇമോഷണൽ ഇത് ടച്ച് ആക്ച്വലി ഉണ്ടല്ലോ, എനിക്ക് കേട്ടിട്ട് തമിഴ്നാട്ടിൽ മരിച്ചു കഴിയുമ്പോ ഒക്കെ ഒരു ടൈപ്പ് അവരുടെ ഒരു പാട്ടില്ല, ആ ഒരു മൂഡാണ് ശരിക്കും എനിക്ക് കിട്ടിയത്. കാരണം ഫസ്റ്റ് ഭയങ്കര ശോഭതി വന്നിട്ട് അതിന്റെ ഒപ്പം മറ്റേ അതെ അതെ ഒരു ബീറ്റ് വെച്ചിട്ടുള്ള ഒരു അവരുടെ മറ്റേ തമിഴ്നാട്ടിലെ ആ മറ്റേ നാച്ചുറൽ അല്ലേ മറ്റേ നാടൻ ഒരു കൊട്ടില്ലേ, ആ ഒരു കൊട്ടിന്റെ ഒരു ഇതിലേക്ക് വന്നിട്ട് അത് ശരിക്കും അതൊരു ഞാൻ കുറച്ച് നാൾ തമിഴ്നാട്ടിലുണ്ടായിരുന്നു. അവരുടെ മരിച്ചു കഴിയുമ്പോഴാണ് അങ്ങനത്തെ ഒരു പാട്ടുകളിൽ ഒരു ആ ഒരു സീനിൽ കണ്ടില്ലേ, ആ ഡാൻസ് ആണ് ഫുള്ള്. മരിച്ചു കഴിയുമ്പോ ആ ഒരു മൂഡാണ് അവർ പിടിക്കുന്നത്. ആക്ച്വലി ഇത് എനിക്ക് തോന്നുന്ന ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് ബ്രേക്കപ്പ് വന്നിട്ടുള്ള സീനാണ്. ബ്രേക്കപ്പ് വന്നിട്ട് ബ്രേക്കപ്പ് മീൻസ് ലവ് ഫെയിലർ ആയിട്ടുള്ള സാധനമാണ്. അതാണ് അവൻ അത്ര സങ്കടപ്പെട്ട് ഇരുന്നിട്ട് ഇത് കണ്ടിട്ടില്ല, നമ്മുടെ സൂര്യണ്ണന്റെ 7ാം അറിവിലുണ്ടായിരുന്ന സാധനമില്ലേ, അതായത് സ്ലോ ആയിട്ട് പോവാ, പെട്ടെന്ന് വിഷമം വരുമ്പോ അത് മറക്കാൻ വേണ്ടി ഒരു ഡാൻസ് കളിക്കുക, ആ ഒരു സെറ്റപ്പിലാണ് ഈ സാധനം പോയിക്കൊണ്ടിരിക്കുന്നത്. അവൻ അത്രയും നേരം ഭയങ്കര ഇമോഷണൽ ആയിട്ട് പൊളിഞ്ഞ അവൻ നോക്കുന്ന മിറർ ആകെ പൊട്ടി പൊളിഞ്ഞിരിക്കുക. അതിൽ വന്നിട്ട് കോമാളി വേഷങ്ങൾ പുറകോട്ടേക്ക് ജോക്കറിന്റെ വേഷങ്ങളായിട്ട് വരുന്നു, പുലിക്കളിയുടെ സാധനങ്ങൾ വരുന്നു, അങ്ങനെ ഒരു സാധനം. ആ ഒരു ഇതാണ്. അതായത് എനിക്ക് ഈ പടം കണ്ടിട്ട് സാധാരണ മാരി സെൽവരാജിന്റെ പടങ്ങൾ പോലെ തന്നെ എല്ലാം എന്താ പറയാ ഒരു നാട്ടുപ്രദേശത്തുള്ള നാട്ടുപ്രദേശത്ത് പാവങ്ങളുടെ ഇടയിലുള്ള ഒരു ശരിക്കും കാസ്റ്റിനെ അപേക്ഷിച്ച് തന്നെ ആയിരിക്കും. ഇവൻ ചിലപ്പോൾ താഴ്ന്ന കാസ്റ്റിൽ അവിടെ ഇച്ചിരി ഉയർന്ന കാസ്റ്റിലുള്ള ഒരു ഇതുപോലെ നമ്മള് ഭഗതിന്റെയും വടിവേലിന്റെ പടം എടുത്തു നോക്കിയാലും അതിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാ വാഴയും അതിലും അങ്ങനെ തന്നെയാ വന്നിരിക്കുന്നത്. അപ്പൊ ഈ അവന്റെ പടങ്ങളെല്ലാം എടുത്ത് നോക്കുമ്പോ ആ ഒരു ഇത് തന്നെയാ, ആ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ആ സെയിം ഇത് തന്നെ ഇതിലും പോയേക്കണേ. സാധാരണ സന്തോഷ് നാരായണൻ വെച്ചിട്ടാണ് മ്യൂസിക് ചെയ്യാറുള്ളത്. ഇതിപ്പോ ആളെ മാറ്റി ചെയ്തിട്ടുണ്ട്. എന്തായാലും ആളം മാറ്റിയത് കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഇവൻ കുറച്ചുകൂടി മികച്ചതാക്കാൻ നോക്കിയുണ്ട്, മികച്ചതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആ പാട്ട് ഫുള്ളൊരു ശോകം കൊണ്ടാണ് പോകുന്നത്. നമ്മൾ ആ പാട്ടിന്റെ ഒപ്പം നമ്മൾ ശോകമായി പോകും, തന്നെ ഇതായി പോകും. നമുക്ക് എന്തെങ്കിലും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് നമ്മൾ അതൊക്കെ ഓർമ്മകളൊക്കെ അയവറക്കണ പോലത്തെ ഒരു ഇത് വരും. പക്ഷെ എനിക്ക് മൊത്തത്തില് പാട്ടിന്റെ അകത്ത് ഫുള്ള് ഡാർക്ക് മറ്റേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊണ്ടുവന്നിട്ട് അത് മാരിസെൽവരാജിന്റെ പടങ്ങളിലൊക്കെ ശ്രദ്ധിച്ചറിയാം. എപ്പോഴും ഒരു തീം വരുന്നത്
ഒരു ബ്ലാക്ക് ഷെയ്ഡ് പോലത്തെ തീമാണ് വരുന്നത്. ബ്ലാക്ക് ഷെയ്ഡ് ഒരു മെഷീൻ ഫുള്ള് ബ്ലാക്ക് ആണ് പറ്റുക. അങ്ങനത്തെ ഒരു സംഭവം തന്നെ. അപ്പൊ അതിന്റെ ശരിയായിരിക്കും ആ ഒരു കാലഘട്ടത്തിന് അത് ഇതുപോലത്തെ ആൾക്കാരൊക്കെ ഇത് ചെയ്തിട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് സിനിമാറ്റോഗ്രാഫി അങ്ങനെയായിട്ടായിരിക്കും ചിലപ്പോൾ എടുത്തേക്കുന്നത്. എനിവേ പാട്ട് എല്ലാവരും ഇഷ്ടപ്പെടും. കേട്ടിട്ട് എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. ആ ഒരു വിഷമത്തിലാണ് ഇപ്പോഴും. നീ പറയാൻ പക്ഷെ അങ്ങനെയല്ല കേട്ടോ. പാട്ടിന്റെ ഫീല് വേറൊരു ഫീലാണ്. ഒരു അടിച്ചുപൊളി പാട്ടും ഇതൊന്നല്ല. ഇതിനു മുമ്പ് ഈ പറഞ്ഞ ഡയറക്ടർ ചെയ്തേക്കുന്ന ടക്കർ എന്ന് പറഞ്ഞ സിനിമയാണ്. ടക്കർ തെക്കടി ആ സിനിമയൊക്കെ ചെയ്തേക്കണേ. ഇതിനു മുമ്പത്തെ ടക്കറിലെ ഒരു പാട്ട് ഭയങ്കര ഹിറ്റായിട്ടൊരു പാട്ടുണ്ടായിരുന്നു. പാട്ട് കേൾക്കണം. മറന്നുപോയി. അത് മ്യൂസിക് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പക്ഷെ മ്യൂസിക് പാടിക്കഴിഞ്ഞാൽ നമ്മുടെ എഡിറ്റർ തുടക്കാൻ അത് കൊളായി പോവും. അതുകൊണ്ട് മ്യൂസിക് ഞാൻ പാടല്ല. നിങ്ങൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എനിവേ അതായത് പാട്ടെല്ലാരും ആസ്വദിക്കുക. നിങ്ങൾ എന്തായാലും നന്നായിട്ട് ഫീൽ ചെയ്യും പാട്ടിന്റെ ദൈർഘ്യം കുറച്ച് കൂടുതലുണ്ട്. എന്നാലും ആ പാട്ട് വീഡിയോ ഉൾപ്പെടെ കാണുകയാണെങ്കിൽ അതിന്റെ ഫീല് ശരിക്കും നിങ്ങൾക്കും കിട്ടും. അപ്പൊ എല്ലാവരും പാട്ട് കാണാം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും തിരിച്ചു വരുന്നതായിരിക്കും. ബൈ.